ഹരിപദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആത്മീയ രംഗത്ത് അനവധി അറിവുകൾ പകർന്നു തരുന്ന ആചാര്യൻ ശ്രീ തത്വരൂപാനന്ദ സ്വാമിജിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്പുറം ദേശത്തെ ശാന്തി നിലയം എന്ന ആശ്രമത്തിലാണ് എന്നുള്ളത്. സ്വാമിജിയോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാമിജി നമസ്കാരം. അങ്ങ് ഒരുപാടധികം അറിവിൻ്റെ വെളിച്ചം പകരുന്ന ഒരു ആചാര്യനാണ്. അങ്ങേക്ക് അറിവും അനുഭവങ്ങളും പകർന്നു തന്ന ഗുരുശ്രേഷ്ഠർ, ആദരണീയരായിട്ടുള്ള ആചാര്യന്മാർ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആദ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതി വായിക്കാനായിട്ടാണ് വന്നത്, ഭജഗോവിന്ദം. അങ്ങനെയാണ് ഇതിലേക്കൊരു വലിയൊരു ആവേശം എനിക്കുണ്ടായത്. ഇങ്ങനെ ഒരു ജീവിതമുണ്ട് എന്നെനിക്കറിയാൻ കഴിഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളും ഇതെല്ലാം വായിച്ചു. പ്രഥമ ഗണത്തിൽ പെടുന്ന ശങ്കരാചാര്യ സ്വാമികളാണ്. ഇപ്പം ഭജഗോവിന്ദത്തിൽ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു കണ്ടന്റ് എന്താണ് കൃത്യമായി? ഒരുപാടുണ്ട്. ഭജഗോവിന്ദം മൊത്തം ഒരു നമ്മെ ഇൻസ്പയർ ചെയ്യുന്നൊരു കൃതിയാണ്. യാവത് വിത്തോപാർച്ചന സക്തഃ താവത് നിജപരിവാരോ രക്തഃ പശ്ചാത് ജർജരി ദേഹേ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. എത്ര കാലം നമുക്ക് ധനം സമ്പാദിക്കാനുള്ള കഴിവുണ്ടോ അത്രയും കാലം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ശരീരമെല്ലാം ജീർണിച്ചു കഴിഞ്ഞാൽ, ക്ഷീണമായി കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്തുണ്ടാവില്ല. വാർത്താം കോപ്പിന പൃച്ഛതി ഗേഹ എന്ന് പറയും. ആരും നമ്മോട് ചോദിക്കില്ല ഭക്ഷണം കഴിച്ചു സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അതാണ് ജീവിത യാഥാർത്ഥ്യമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം എന്നെ വളരെയധികം എനിക്കെല്ലാം വളരെ പ്രചോദനം നൽകിയില്ല. ജീവിതത്തിലേക്ക് ജീവിതം എന്താണെന്ന് നോക്കാനായിട്ടും കാണാനായിട്ടും എന്നെ സഹായിച്ച ഈ അറിവിൻ്റെ മുത്തുകളാണ്. ശരിക്കും അങ്ങും ആത്മീയ മേഖലയിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണല്ലോ. ഭാരതം മുഴുവൻ ആ സേതു ഹിമാചലം സഞ്ചരിച്ച ശങ്കരാചാര്യരുടെ യാത്രകളും അങ്ങക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. മഠങ്ങൾ സ്ഥാപിച്ചത്, എല്ലാ മഠങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ മഠങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശൃംഗേരി വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയെല്ലാം പോകുമ്പോൾ ശൃംഗേരി ശാരദാംബ ശങ്കരാചാര്യ തന്നെ പ്രതിഷ്ഠിച്ച ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അവിടെയെല്ലാം പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, നല്ല അനുഭവങ്ങൾ ഇവിടെ നിന്നെല്ലാം എനിക്കുണ്ടായിരുന്നു. അതാണ് നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഈ ജീവിതത്തിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നമ്മെ പ്രചോദിപ്പിച്ചിരിക്കുന്ന ഘടകങ്ങളല്ല. മറ്റു മഠങ്ങൾ കൂടെ പറയാമോ? പിന്നെ ഒന്ന് പുരിയിലുണ്ട്, പുരി അടുത്ത് ഒരു മഠമുണ്ട്. പിന്നെ ദ്വാരകയിൽ മറ്റൊന്ന് ജ്യോതിർമഠം. ഇതാണ് 4 മഠങ്ങൾ. ഈ 4 സ്ഥലത്തും പോയിട്ടുണ്ട്. അടുത്തൊരാചാര്യനാരാണ്? പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു സ്വാമിയാണ് ഭൂമാനന്ദ സ്വാമികൾ. ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഈ നമ്മുടെ വില്ലേജിൽ താമസിക്കുന്ന അവസരത്തിൽ സ്വാമിജി പലപ്പോഴും അമ്പലത്തിൽ വന്ന് പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. സ്വാമിജി വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഒരു പേഴ്സണാലിറ്റി, മനസ്സിലായില്ലേ? ഞാൻ സ്വാമിജിയുടെ കൂടെ താമസിച്ചിട്ടുണ്ട് 92 മുതൽ 95 വരെ വെങ്ങണിശ്ശേരി അവിടെ താമസിച്ച് സ്വാമിജിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ശരിക്കും സ്വാമിജിയെ കുറിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ ചെറുപ്പം മുതൽ എനിക്കും കാണാൻ കിട്ടിയ അവസരത്തിൽ ഏറ്റവും അധികം ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ഡിസിപ്ലിൻ, ഇതിൻ്റെയൊക്കെ ഏറ്റവും നല്ല പ്രതീകമാണ് സ്വാമിജി. വെങ്ങണിശ്ശേരിയിൽ തന്നെ ഐകുന്ന് പാണ്ഡവഗിരി ക്ഷേത്രത്തിനെ ആ ഒരു കുന്നിന്റെ മുന്നിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും തന്നെയാണ്, ആജ്ഞാശക്തിയാണ്. ഇച്ഛാശക്തിയും അത് മാത്രമല്ല, സാധാരണ പറയില്ലേ ദേവിയെ കുറിച്ച് പറയുമ്പോൾ ഇച്ഛാശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തിയും ക്രിയാശക്തിയും. ഇച്ഛാശക്തി എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് അത് വേണ്ടതുപോലെ ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് പറ്റുമെന്നില്ല. ആ ഒരു ഡിറ്റർമിനേഷൻ സ്വാമിജിയെ പോലെ ഇപ്പോഴും സ്വാമിജി എനിക്ക് ചോദിക്കുകയാണെങ്കിൽ
സ്വാമിജിയുമായിട്ടുള്ളൊരു ബന്ധം എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. സ്വാമിജിയാണ് അടുത്ത ഫസ്റ്റ് ശങ്കരാചാര്യ സ്വാമികളാണ്. അതിനുശേഷം ഞാൻ അറിയുന്ന ഒരു സ്വാമിജി എന്ന് പറഞ്ഞാൽ ഭൂമാൻ സ്വാമിജിയാണ്. അടുത്തൊരു ആചാര്യനെ അങ്ങ് ഓർത്ത് സ്മരിക്കുന്നത് അടുത്ത ആരെയായിരിക്കും? ഭൂമാൻ സ്വാമിജി ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ചിന്മയാനന്ദ സ്വാമിജിയെ കുറിച്ച് പലപ്പോഴും പല സ്വാമിജിയുടെ പുസ്തകങ്ങളും വായിക്കാനായിട്ടാണ് വന്നിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈടെ അടുത്തായിട്ട് കുറേ സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല അപ്പോഴും യജ്ഞങ്ങൾ തൃശ്ശൂർ നീരാഞ്ജലിയിലൊക്കെ പതിവുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വടക്കുനാഥൻ അവിടെ ഉണ്ടാവാറുണ്ട്. ഒരു അവസരത്തിൽ ഞാൻ സ്വാമിജിയെ കാണാനായിട്ട് പോകാനായിട്ടിരുന്ന എന്തോ സംഗതിയിൽ നടന്നില്ല. അങ്ങനെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടിയും പുസ്തകങ്ങളിൽ കൂടിയും നമ്മെ വളരെയധികം സ്വാധീനിച്ചു. വളരെ സരസമായിട്ടുള്ള ഒരു പ്രഭാഷണ രീതിയാണ്, ലളിതമാണ്, ശക്തമാണ്. ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാമിജി ഒരു നല്ലൊരു പെർഫോമൻസ്, നന്നായിട്ട് അവതരണ ശൈലി ഒരു പ്രത്യേകത, ഒരു എന്റർടൈനർ കൂടിയാണെന്ന് പറയാം. ഡ്രമാറ്റിക് ഒരു അവിടെ അത് കേട്ടാൽ പോലെ അത് കാണണം. കണ്ടാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അത് ആസ്വദിക്കാനായിട്ട്. വോയിസ് മോഡുലേഷനിലൊക്കെ വല്ലാത്ത വേരിയേഷൻസ് ഉണ്ട്. വോയിസ് മോഡുലേഷൻ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം വലിയ സ്വാധീനം ചെലുത്തുന്നു. ശരിക്കും ഭഗവത്ഗീതയുടെ സന്ദേശമൊക്കെ ഇപ്പോൾ ശങ്കരാചാര്യരും ഭൂമാനന്ദ സ്വാമി എല്ലാ ആചാര്യന്മാരും ഏറ്റവും ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ചിന്മയാനന്ദജി ലോകം മുഴുവൻ അതിൻ്റെ സന്ദേശവാഹകനായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. സ്വാമിജിയാണ് ഈ ഗീതാജ്ഞാന യജ്ഞം എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ കൊണ്ടുവന്നത്. ആ ഗീതാ പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഗീതാജ്ഞാന യജ്ഞം ഇതൊരു ജ്ഞാനയജ്ഞമാണ് എന്നുള്ള ആ കോൺസെപ്റ്റ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് സ്വാമിജിയാണ്. അത് ലോകം മുഴുവൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ഷേത്രങ്ങളും, തൃശ്ശൂരിൽ തന്നെ ചിന്മയ മിഷൻ ഭുവനേശ്വരി ക്ഷേത്രത്തോട് ചേർന്ന് ചിന്മയ മിഷന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. മറ്റ് അടുത്തൊരു ആചാര്യൻ ആരാണ് അങ്ങോട്ട്? പിന്നീട് സ്വാമി ദയാനന്ദ സ്വാമിയുടെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്. എൻ്റെ സന്യാസ ദീക്ഷയും സ്വാമിജിയുടെ. സ്വാമിജി നല്ലൊരു ടീച്ചർ എന്ന് പറയും. ഇപ്പോൾ ഈവൻ സ്വാമിജി ചോദിക്കുകയാണെങ്കിൽ ഐ എം എ ടീച്ചർ. അതായത് നമ്മുടെ ശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കണം, ഒരു പദത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് എന്ന് ഓരോരുത്തർക്കും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ആചാര്യനാണ് സ്വാമി ദയാനന്ദ സരസ്വാമി. ദയാനന്ദ സ്വാമികൾ ചിന്മയാനന്ദ സ്വാമിജിയുടെ ശിഷ്യനാണ്. ചിന്മയാനന്ദ സ്വാമിജിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ദയാനന്ദ സ്വാമികൾ. പിന്നെ സ്വാമിജി ചിന്മയ ഓർഗനൈസേഷൻ വിട്ട് സ്വാമിജി തന്നെ ഒരു ആർഷവിദ്യ ഗുരുകുലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി. അവിടെയാണ് ഞാൻ 3 വർഷം പഠിച്ചത്. 1995 മുതൽ 98 വരെ. എവിടെ സ്ഥലം? അത് ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ആനക്കട്ടി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ. അട്ടപ്പാടി തന്നെ. ഒരു വനത്തിന്റെ ഉള്ളിലാണ് ആശ്രമം. ഈ അടുത്ത് വളരെ പ്രശസ്തമായിട്ടൊരു അയ്യപ്പനും കോശിയും എന്നൊരു സിനിമ ഏകദേശം അവിടെ ആ പരിസരങ്ങൾ എവിടേക്കാണ് ചിത്രീകരിച്ചതെന്നാണ്. അതന്നെ ഈ നമ്മുടെ ആശ്രമത്തിലേക്ക് ആനയും പുലിയൊക്കെ വരും. അവർ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പറയും, ദേ ആശ്രമത്തിന്റെ ആനയുണ്ട്, നിങ്ങൾ പുറത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. ആന ഒന്നും ചെയ്തിട്ടില്ല, അറിയില്ല. ചിലപ്പോൾ ആന കൂട്ടത്തോട് കൂടി വരും. നമ്മൾ പേടിക്കണ്ട. ഒറ്റ ആന വന്നാലാണ് പേടിക്കേണ്ടത്. കൂട്ടത്തോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു തെങ്ങും അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചവരങ്ങൾ പോകും. തീർച്ചയായിട്ടും ദയാനന്ദ സ്വാമിജിയിൽ നമ്മുടെ ഒരു ടീച്ചർ എന്ന് കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അധ്യാപന രീതിയിൽ എന്ത് പ്രത്യേകത കൊണ്ട് അത് എടുത്ത് പറയാൻ കാരണം? അതായത് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു വാക്യം പറയുന്നുണ്ട്, പരം ചേത് ജ്ഞാതവ്യം അപരം ചേത് പ്രാപ്തവ്യം. നമുക്ക് ആത്യന്തികമായിട്ടുള്ള സത്യമാണ് കിട്ടേണ്ടതെങ്കിൽ അത് അറിയേണ്ടതാണ്. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അതൊക്കെ പ്രാപിക്കേണ്ടതാണ്. പരം ചേത് ജ്ഞാതവ്യം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനമാണെങ്കിൽ അത് അറിയേണ്ടതാണ്. അത് ഞാൻ തന്നെയാണ്, മനസ്സിലായി. അത് കിട്ടേണ്ട വസ്തുവല്ല. ഇത് സ്വാമി കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിലും എംഫസൈസ് ചെയ്യും. അതായത് സത്യം എന്നുള്ളത് എന്നിൽ നിന്ന് ഭിന്നമല്ല,
എന്നുള്ളത് ഓരോ ക്ലാസ്സിലും സ്വാമിജി എംഫസൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരിക്കലും സത്യത്തെ അന്വേഷിക്കല്ല, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരഞ്ഞ് കണ്ടെത്തേണ്ട ഒന്നാണെന്ന് തിരിച്ചറിയാൻ, റിയലൈസേഷൻ എന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സ്വാമിജി പറഞ്ഞു ഓരോ ക്ലാസ്സിലും. നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ടോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നേട്ടത്തിന് വേണ്ടിയിട്ടൊന്നും പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാൻ നമ്മെക്കുറിച്ചുള്ള നമുക്കുള്ള നേട്ടമാണ് എന്നുള്ളത് കൃത്യമായി ഒരു സ്വയംബോധം. അപ്പോൾ അതുകൊണ്ട് സ്വാമിജിയാണ് എനിക്കും ഇങ്ങനെ ഭഗവത്ഗീത വ്യാഖ്യാനിക്കാനും ഉപനിഷത്ത് വ്യാഖ്യാനിക്കാനും പിന്നെ മറ്റ് ഈ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് എന്നിലേക്ക് പകർന്നത് സ്വാമിജിയാണ്, സംശയം. പിന്നീട് നാരായണ ഗുരുദേവൻ, വളരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. ദൈവദശകം വളരെ ലളിതമായിട്ടുള്ളൊരു കവിതയാണ്. ആത്മോപദേശ അപ്പോൾ അതെല്ലാം ഈ നാരായണ ഗുരുദേവൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ ഭൂമാൻ സ്വാമിജിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഗുരുദേവൻ്റെ ഒരു അതുമായിട്ടാണ് ഞാൻ താരതമ്യം ചെയ്യുന്നത്. സ്വാമിജി ഒരു ഗുരുദേവനെ പോലെയാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് വളരെയധികം പിന്നെ ചട്ടമ്പി സ്വാമികളും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു സന്യാസി വര്യനാണ്. ഇവിടേക്കാണ് മെയിനായിട്ട് ചട്ടമ്പി സ്വാമികളുടെയും പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുന്നത് ഏത് വിധത്തിലായിരിക്കാം? ചട്ടമ്പി സ്വാമികൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടൊരു ത്യാഗിയായിരുന്നു. എവിടെയും ഒരു ഒട്ടലില്ല. ഇന്ന് പറയുന്ന ഭാഷയിൽ സെൽഫ് ബ്രാൻഡിങ്ങിനൊന്നും ശ്രമിച്ചില്ലേ? വാസ്തവത്തിൽ ഒരു ആധ്യാത്മിക ആചാര്യൻ അങ്ങനെയാണ് അവരുടെ മനസ്സ്. ശങ്കരാചാര്യസ്വാമികൾ നമ്മുടെ ഹിന്ദു പൈതൃകത്തെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. ബുദ്ധമതത്തിൻ്റെ ആ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റി വീണ്ടെടുത്തു കൊണ്ടുവന്നു എന്നുള്ളത് അന്ന് ആ സമയത്ത് ആ സമയത്തിൻ്റെ ആവശ്യമായിരുന്നു. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ചിന്തിച്ചുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് ചെയ്തു, തിരിച്ചു പോയി. അപ്പോഴും അറിവ് സാമാന്യ ജനത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. അതായത് തപസ്സികളുടെ ആ തപസ്സിൻ്റെ ശക്തി അവർ വേണ്ട എന്ന് വെച്ചാലും തീർച്ചയായിട്ടും അത് പ്രസരിക്കും. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഒരു യോഗി ഹിമാലയത്തിൻ്റെ നിഗൂഢതയിലുള്ള ഒരു കേവ്, ഒരു ഗുഹയിലിരുന്നു കൊണ്ട് തപസ് ചെയ്യുകയാണെങ്കിലും ആ ഗുഹയെല്ലാം ഛേദിച്ച് അത് പുറത്ത് അതിൻ്റെ ശക്തി എല്ലാവരുടെയും പകരുമെന്ന്. അതുപോലെ തപസ് നമ്മൾ ചെയ്യുന്നുള്ളൂ, നമുക്ക് നല്ല ഉദ്ദേശമുള്ളൂ. നഹി കല്യാണ കൃത്കശ്ചിത് ദുർഗതി താതഗച്ഛതി. നല്ലത് ചെയ്യാനായിട്ട് പുറപ്പെടുന്ന ഒരുവന് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അവനെ സംരക്ഷിക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ഒരു ആവശ്യമാണ്. വിവേകാനന്ദ സ്വാമികളുടെ പേരും കൃത്യമായി എടുത്ത് പറയണം ഈ കൂട്ടത്തിൽ. വിവേകാനന്ദ സ്വാമി തീർച്ചയായിട്ടും, വിവേകാനന്ദ സ്വാമി പ്രത്യേകിച്ച് പറയണമെന്നില്ല. വിവേകാനന്ദ സ്വാമികൾ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാ യുവജനങ്ങളും ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഉണർവും ഉത്തേജനവും കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പ്രഭാഷണങ്ങളും കൃതികളും. കൊളംബോ ടു അൽമോഡ ഒരു പ്രഭാഷണമാണ്. അതിൽ കൃത്യമായിട്ട് സ്വാമിജി പറയുന്നുണ്ട് നമ്മുടെ ഭാരതീയരുടെ ആ ചെറിയ മനസ്സിനെ കുറിച്ച്. ആ നമുക്കത് വിട്ട് ആ ചെറിയ മനസ്സെന്ന് പറഞ്ഞാൽ കുശുമ്പും കുനിഷ്ടം ദ്വേഷം ഇതെല്ലാം പോയി നമുക്ക് ഭാരതീയനാണെന്നുള്ളൊരു തോന്നലും ഭാരതത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു മെസ്സേജ്. ഈ മഹാത്മാക്കളിൽ പലരും ചെറിയ പ്രായത്തിൽ കൊണ്ടാണ് അതിശയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് അല്ലേ? ഇപ്പോൾ വിവേകാനന്ദ സ്വാമിയൊക്കെ ഒരുപാടധികം പ്രായത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തൊരു പവർഫുള്ളാണ് അവർ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ. അവർ കത്തിജ്വലിച്ചവരാണ്. അതായത് വണ്ണു ജ്വലിച്ചു പോയി. ഇവൻ ഈ ശങ്കരാചാര്യ സ്വാമികൾ 32 വയസ്സ് വരെ, വിവേകാനന്ദ സ്വാമി 39 വയസ്സ് വരെ. അത് ചെറിയ അത്രേ ആവശ്യമുള്ളൂ. നമ്മളൊരു 100 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല 100 വയസ്സ് വരെ ജീവിച്ചു എന്താ ചെയ്ത്? രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കെല്ലാം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അതിൽ വലിയ അർത്ഥമില്ല. ഈ മഹാത്മാ അയ്യങ്കാളി അദ്ദേഹവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു
വലിയ സ്വാധീന ശക്തിയാണ് സംശയം. പിന്നീട് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ശിവാനന്ദ സ്വാമികൾ, ഹിമാലയത്തിൽ ഋഷികേശിലുള്ള ശിവാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിന് പല പുസ്തകങ്ങളും വായിക്കാനായിട്ടാണ് വന്നിട്ടുണ്ട്. പിന്നെ ശിവാനന്ദ ആശ്രമങ്ങളിൽ ഞാൻ കുറേ കാലം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതായത് ശിവാനന്ദ സ്വാമികളുടെ ഒരു ശിഷ്യനാണ് വിഷ്ണുദേവാനന്ദ സ്വാമി. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു ആശ്രമമാണ് ശിവാനന്ദ യോഗവേദാന്ത ധന്വന്തിരി ആശ്രമം എന്ന് പറഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൽ. അവിടെ 2003 മുതൽ 2014 വരെ സ്ഥിരമായിട്ട് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരും. മെയിനായിട്ട് അവിടെ പഠിപ്പിക്കുന്നത് യോഗാസനമാണ്. അങ്ങനെ ശിവാനന്ദ സ്വാമികളും വളരെ, സ്വാമിജി എപ്പോഴും പറയും, എൻ ഔൺസ് ഓഫ് പ്രാക്ടീസ് ഈസ് വർത്ത് മോർ ദാൻ 10s ഓഫ് തിയറി. ഇപ്പോൾ കുറേ തിയറി നമ്മൾ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അതായത് പ്രായോഗികമായിട്ട് പ്രവർത്തിച്ച് കാണിക്കലാണ് പ്രധാനം, കുറേ ശാസ്ത്രം പഠിച്ചു വയ്ക്കുന്നതിനൊക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും നമുക്കറിയുമെങ്കിൽ ആ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ പകർത്തി അത് തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആ അറിവിനെ കൊണ്ടുവരിക, അതാണ് മുഖ്യം. അപ്പോൾ സ്വാമിജി എപ്പോഴും സെർവ്, ലവ്, ഗീവ്, പ്യൂരിഫൈ, മെഡിറ്റേറ്റ്, റിയലൈസ്, ഇതാണ് സ്വാമിജിയുടെ ഒരു ആപ്തവാക്യം. സെർവ്, അതായത് നമ്മുടെ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ സേവിക്കാനുള്ളൊരു മനസ്സ് കൊണ്ടുവരും. നമുക്ക് സേവിക്കണമെങ്കിൽ ആദ്യം നമ്മളവരെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നവരെ സേവിക്കാനായിട്ട് പ്രയാസമില്ല. സ്നേഹിക്കപ്പെടാത്ത ഒരാളെ സേവിക്കണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സെർവ്, ലവ്, ഗിവ്, എവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ അവിടെ മാത്രമേ നമുക്ക് കൂടുതൽ നമ്മുടെ കൊടുക്കുക എന്ന് പറയാൻ ധനം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ നമ്മുടെ കഴിവ് എന്താണോ അത് സമൂഹത്തിൻ്റെ ചിലപ്പോൾ ഒരു അറിവ് പകരുന്നതാവാം അല്ലേ. എന്തായാലും ഗിവ്, സെർവ്, ലവ്, ഗിവ്, പ്യൂരിഫൈ, ഇതാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഉപാധി. മെഡിറ്റേറ്റ്, നമ്മൾ കുറച്ച് സമയം നമ്മളെല്ലാവരും കണ്ണടച്ച് നമ്മിൽ തന്നെ ഇരിക്കുക, നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി നമ്മിൽ തന്നെ ഒതുങ്ങിയിരിക്കുക. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇത് കേൾക്കുന്നവർ, ദിവസവും നമുക്ക് 5 മിനിറ്റ് കണ്ണടച്ചിട്ട് രാവിലെ ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അതിന് നമ്മൾ ആരും നോക്കുന്നില്ല. വിവേകാനന്ദ പറയും, ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് വിതിൻ യു വിൽ മിസ് എ നൈസ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു വ്യക്തിയെ ഈ ലോകത്തിൽ നിന്ന് കാണാതെ പോകേണ്ടി വരും. സ്വാമിജി, ഭാരതം കണ്ട ലോകത്തിന് തന്നെ ആരാധനാപാത്രങ്ങളായിട്ടുള്ള ആചാര്യന്മാർ അനവധിയുണ്ട്. ചില പേരുകളെ നമ്മളിപ്പോൾ ഉണ്ടാവുള്ളൂ. പലരും അങ്ങേ പേഴ്സണലി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളവർ തന്നെ ആയിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴുള്ള സമകാലികരായിട്ടുള്ളവരിൽ അങ്ങ് ഏറ്റവും സൗഹൃദമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ളവരിൽ ആരെയായിരിക്കും പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ ചിദാനന്ദപുരി സ്വാമികൾ, സ്വാമിജിയായിട്ട് വളരെ സൗഹൃദമുണ്ട്. എനിക്ക് വളരെ കാലത്തെ പരിചയമുണ്ട്. സ്വാമിജി ഒരു ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. സരളത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരളത ഇത്രയും കൂടുതലുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതേ സമയത്തോ ജ്ഞാനം തുളുമ്പി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാമിജി. പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ആശ്രമത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സ്വാമിജിയുടെ ആശ്രമത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ സ്വാമിജിയുടെ ആ ലാളിത്യവും പാണ്ഡിത്യവും ഇതെല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മൃദുഭാവേ ദൃഢകൃത്യം എന്ന് പറയുന്ന പോലെ ലാളിത്യമുള്ളപ്പോൾ തന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ഇത്തിരി നല്ല ദൃഢമായിട്ട് തോന്നിയിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയാൻ ശ്രമിക്കാറുണ്ട് സ്വാമി. ഇപ്പോൾ സ്വാമിജി ഒരാളെ ഇപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഒരാളെ വിമർശിക്കുകയാണെന്ന്. വിമർശിക്കുന്നവർക്ക് പോലും ആരാധ്യനാണ് സ്വാമി. അങ്ങനൊരു വ്യക്തിത്വമാണ് സ്വാമിജി. ഇപ്പോൾ വളരെ സന്തോഷം, ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ പകർന്നു തരുന്നതിൽ. അത് നമ്മുടെ സമൂഹത്തിനാകെ ഒരു പുതിയ തെളിച്ചത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, ഒരു ഉണർവിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ. വീണ്ടും എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പൂർത്തിയാക്കുന്നു. വളരെ സന്തോഷം. എനിക്കും വളരെ സന്തോഷമാണ്. ഇത് കേൾക്കുന്നവർക്കും ഇത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവായിരിക്കും. നമസ്തേ.